നബിയുടെ ഇഷ്ടത്തോഴൻ ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. ഗാംഭീര്യമുള്ള ശരീരപ്രകൃതം, പാണ്ഡിത്യത്തിൻ്റെ വെളിച്ചം, ചുണ്ടിൽ എളിമയുള്ള പുഞ്ചിരി, വശ്യമായ പെരുമാറ്റം, തുല്യതയില്ലാത്ത ആദർശബോധം, വിശ്വാസത്തിനു വേണ്ടി സർവ്വം ത്യജിക്കാനുള്ള അർപ്പണ മനസ്ഥിതി, അനിതര സാധാരണമായ ബുദ്ധിവൈഭവം, ആത്മാർത്ഥത, ഭക്തി, അനിർവചനീയമായ ധീരത, ഇതെല്ലാമായിരുന്നു ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. പിതാവ് സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു, മാതാവ് ബറക ബിൻത് സഅലബ എന്നറിയപ്പെട്ട ഉമ്മു ഐമൻ. ഉസാമ റളിയല്ലാഹു അൻഹു ജനിച്ചു വളർന്നത് മക്കയിലാണ്, നബിയുടെ വിശുദ്ധ ഭവനത്തിൽ. ഹിജ്റയുടെ 8 വർഷം മുമ്പായിരുന്നു ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ ജനനം. അദ്ദേഹത്തിൻ്റെ ജനനം നബിയെ ഏറെ സന്തോഷിപ്പിച്ചു. അക്കാരണത്താൽ മുസ്ലിങ്ങൾ ഒന്നടങ്കം ആ ജനനത്തിൽ ആഹ്ലാദിച്ചു. റസൂലിന് സന്തോഷം തോന്നാൻ കാരണങ്ങളേറെയായിരുന്നു. ഒന്നാമതായി ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിനെ സ്വന്തം മകനെ പോലെയായിരുന്നു നബി ഗണിച്ചിരുന്നത്. മാത്രമല്ല പ്രവാചകരുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ കൂടിയായിരുന്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. മാതാവാകട്ടെ നബിയുടെ പരിചാരികയായിരുന്ന ഉമ്മു ഐമൻ. ആമിന ബീവിയുടെ നിര്യാണത്തിന് ശേഷം ഉമ്മക്ക് തുല്യമായിട്ടായിരുന്നു അവരെ നബി ഗണിച്ചിരുന്നത്. ഉസാമയുടെ മാതാപിതാക്കൾക്ക് നബിയിൽ നിന്ന് ലഭിച്ച സ്നേഹവും പരിഗണനയും സ്വാഭാവികമായും അവരിലുണ്ടായ സന്താനത്തിനും ലഭിച്ചു. സയ്യിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രനായതുകൊണ്ട് തന്നെ സൗഭാഗ്യവാനായ ഉസാമ റളിയല്ലാഹു അൻഹുവിനെ മുസ്ലിങ്ങൾ വിളിച്ചു സ്നേഹിതനും സ്നേഹിതൻ്റെ പുത്രനും. നബിയുടെ പേരുമകനായ ഹസൻ റളിയല്ലാഹു അൻഹുവും ഉസാമ റളിയല്ലാഹു അൻഹുവും സമപ്രായക്കാരായിരുന്നു. വെളുത്ത് സുന്ദരനായി നബിയോട് സാദൃശ്യമുള്ള ശരീരമായിരുന്നു ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റേത്. എന്നാൽ അബിസീനിയക്കാരിയായ മാതാവിനോടായിരുന്നു ഉസാമ റളിയല്ലാഹു അൻഹുവിന് സാദൃശ്യം. മൂക്ക് ചപ്പി കറുത്ത തൊലിനിറമാണ് ഉസാമ റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അവർക്കിടയിൽ ഒരു ഏറ്റക്കുറച്ചിൽ നടത്തിയിരുന്നില്ല. ഉസാമ റളിയല്ലാഹു അൻഹു കുഞ്ഞുകുട്ടിയായിരിക്കുമ്പോൾ നബി തങ്ങൾ തൻ്റെ മടിയിൽ ഉസാമയെയും അവിടുത്തെ പേരമകൻ ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും ഇരുത്തുമായിരുന്നു. എന്നിട്ട് അവിടുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുവേ, ഇവർ രണ്ടുപേർക്കും നീ കരുണ ചെയ്യണമേ, കാരണം ഞാൻ അവർക്ക് കരുണ ചെയ്യുന്നുണ്ട്. തൻ്റെ പേരമകനായ ഹസൻ റളിയല്ലാഹു അൻഹുവിനോടും ഉസാമ റളിയല്ലാഹു അൻഹുവിനോടും സ്നേഹത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുല്യത പുലർത്തിയിരുന്നു എന്നത് വ്യക്തമാണ്. ഉസാമ റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾക്കുള്ള അധ്യമമായ സ്നേഹത്തിൻ്റെ വിലയും മൂല്യവും സ്വഹാബാക്കൾക്കിടയിൽ പ്രചരിച്ചു. എല്ലാവരും ഉസാമയെ വാനോളം പുകഴ്ത്തി. അദ്ദേഹത്തിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും അവർ അംഗീകരിച്ചു, ആദരവും ബഹുമാനവും നൽകി. ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ നിറത്തിൻ്റെ പേരിൽ ചിലരെങ്കിലും ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ ആരോപണമുന്നയിച്ച് അവരെ മാനസികമായി തളർത്തി. അവരുടെ കുപ്രചരണങ്ങൾ പ്രവാചകൻ്റെ മനസ്സിനെയും കുത്തിനോവിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഒരിക്കൽ പ്രവാചകൻ പുഞ്ചിരിക്കുന്ന മുഖവുമായി വീട്ടിലേക്ക് പ്രവേശിച്ചു. ഈ അസാധാരണ സന്തോഷത്തിൻ്റെ കാരണങ്ങൾ ഞാൻ ചോദിച്ചു. നബി മറുപടി പറഞ്ഞു, അതെ, അസാധാരണ സംഭവം ഉണ്ടായിരിക്കുന്നു. സയ്യിദ് ബിൻ ഹാരിസയും മകൻ ഉസാമ ബിൻ സെയ്ദും മുഖം മറച്ച് കിടന്നുറങ്ങുകയായിരുന്നു. അവരുടെ കാൽപാദങ്ങൾ പുതപ്പിനടിയിലൂടെ പുറത്തേക്ക് വെളിവായി. മുഖലക്ഷണത്തിൽ അതിവിദഗ്ധനായ മജസാസ് അതുവഴി കടന്നുപോയി. അവരെ കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, കാലിൻ്റെ ആകൃതി കണ്ടിട്ട് പിതാവും മകനുമാണ് ഈ കിടന്നുറങ്ങുന്നതെന്ന് മനസ്സിലാവുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നബിയെ ഏറെ സന്തോഷിപ്പിച്ചു. കുട്ടിയായിരുന്നപ്പോൾ തന്നെ അസാമാന്യ ധീരത ഉസാമ റളിയല്ലാഹു അൻഹു പ്രകടിപ്പിച്ചു. ഉസാമ റളിയല്ലാഹു അൻഹുവിനെ കൂടാതെ നബിയുടെ കാലത്ത് ചെറുപ്രായത്തിൽ ധർമ്മസമരത്തിനിറങ്ങിയ 2 പേരാണ് മുആദ് ബിൻ അംർ ബിൻ ജമൂഹ്, മുഅവ്വിദ് ബിൻ അഫ്ര റളിയല്ലാഹു അൻഹു എന്നിവർ. ബദർ രണാങ്കളത്തിൽ ഖുറൈശി നേതാവ് അബൂജഹലിൻ്റെ തല തെറിപ്പിച്ച 2 ചെറുപ്പക്കാരാണ് മുആവിദും മുഅവ്വിദ് റളിയല്ലാഹു അൻഹു. ഉഹുദ് യുദ്ധ ദിവസം 14കാരനായ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു കുറച്ച് ചെറുപ്പക്കാരുമായി നബിയുടെ സന്നിധിയിലേക്ക് പോയി. അല്ലാഹുവിൻ്റെ റസൂലേ, ഞങ്ങൾക്കും യുദ്ധത്തിന് വരാൻ സമ്മതം നൽകണം. ക്രൂരരായ ഖുറൈശികളുമായി പോരാടി വീരസ്വർഗം ഭരിക്കാൻ ഞങ്ങളെ അനുവദിക്കണം. എന്നാൽ നബി അവർക്ക് അനുവാദം കൊടുത്തില്ല. നബി അവരെ സമാധാനിപ്പിച്ചു. അവർ വളരെയധികം ദുഃഖിതരായി. യുദ്ധഭൂമിയിലേക്ക് പോകാൻ അത്രമാത്രം അവർ കൊതിച്ചിരുന്നു. റസൂലിൻ്റെ ആജ്ഞ ശിരസാ വഹിച്ച് അവർ സംയമനം പാലിച്ചു.
ഉസാമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മുഖത്തെ പ്രസന്നതയൊക്കെ അപ്രത്യക്ഷമായി. ജ്വലിക്കുന്ന ഇസ്ലാമിക ആവേശം ആ കൊച്ചു ഹൃദയത്തിൽ തിളച്ചുമറിഞ്ഞു. അടുത്ത യുദ്ധത്തിൽ തീർച്ചയായും പങ്കെടുക്കണം. അപ്പോഴേക്കും തനിക്ക് പ്രായം തികയും. അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ഉഹുദ് യുദ്ധം കഴിഞ്ഞു. ഉസാമയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട 2 വർഷങ്ങൾ കാലയവനികക്കുള്ളിൽ മറഞ്ഞു. ഹിജ്റ 5-ാം വർഷം ഇസ്ലാമിക ചരിത്രത്തിൽ ദൂരവ്യാപകമായ പ്രതിഫലനങ്ങൾ സൃഷ്ടിച്ച ഖന്തക് യുദ്ധം ആരംഭിക്കുകയായി. ഉസാമ റളിയല്ലാഹു അൻഹുവിന് 15 വയസ്സ് പൂർത്തിയായി 16ലേക്ക് കടന്നു. ഖന്തക് യുദ്ധത്തിൽ പങ്കെടുക്കുവാൻ അനുവാദം തേടിക്കൊണ്ട് സുഹൃത്തുക്കളോടൊന്നിച്ച് ഉസാമ റളിയല്ലാഹു അൻഹു നബിയെ സമീപിച്ചു. നീളം കൂടുതലുണ്ടെന്ന് തോന്നിക്കാനായി തള്ളവിരലുകളിൽ ഊന്നി നിന്ന് തല ഉയർത്തിപ്പിടിക്കുവാൻ പാടുപെടുന്ന ഉസാമയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. അവിടുന്ന് പുഞ്ചിരി തൂകി. ഉസാമ റളിയല്ലാഹുവിൻ്റെ തോളത്ത് കൈവച്ചുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, ഇതാ നിനക്ക് യുദ്ധത്തിന് അനുവാദം തന്നിരിക്കുന്നു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സുധീരം പോരാടി തിരിച്ചു വരൂ. ഉസാമയുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. തൻ്റെ ചിരകാലാഭിലാഷം ഇതാ പൂവണിയാൻ പോകുന്നു. അള്ളാഹുവിൻ്റെ കീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഉസാമ റളിയല്ലാഹു അൻഹു ധർമ്മത്തിൻ്റെ പടവാളണിഞ്ഞു. ഖന്തക് യുദ്ധത്തിൽ ഉസാമ റളിയല്ലാഹു അൻഹു തൻ്റെ സാന്നിധ്യം ബോധ്യപ്പെടുത്തി. ശേഷം നബി നേരിട്ട് നയിച്ച മുഴുവൻ യുദ്ധങ്ങളിലും ഇസ്ലാമിൻ്റെ മുന്നണി പോരാളിയായി ഉസാമത്ത് ബിനു സൈദ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ഹിജ്റ വർഷം 8 മുഅ്തത്ത് യുദ്ധത്തിന് തിരശ്ശീല വീണു. 2 ലക്ഷത്തോളം വരുന്ന സർവ്വസന്നാഹങ്ങളുമുള്ള റോമൻ സൈന്യത്തോട് 3000 മാത്രമുള്ള ധർമ്മ പോരാളികൾ ആത്യന്തിക വിജയം നേടി. ക്രിസ്തീയ റോം വിറച്ചു. സിറിയ, ഹെലപ്പോ, ഹിമ്മസ്, ദമസ്കസ്, ജോർദാൻ, എർമൂക്ക്, ഖാദിസിയ, കൂഫ, ബസ്വറ, ജെറുസലേം മുതലായ സ്ഥലങ്ങളാണ് അന്നത്തെ റോമിൻ്റെ പ്രധാന പട്ടണങ്ങൾ. അതിമനോഹരമായ ദമസ്കസ് ആയിരുന്നു തലസ്ഥാനം. ക്രൈസ്തവ ദുർഗങ്ങളായിരുന്നു മുഴുവൻ പട്ടണങ്ങളും. മുഅ്തത്തിൻ്റെ മണ്ണിലേറ്റ പരാജയത്തിന് പകരം ചോദിക്കാൻ പൗരോഹിത്യ റോം സടകുഴഞ്ഞെഴുന്നേറ്റു. ഇസ്ലാമിക കലണ്ടറിലെ 11-ാം വർഷത്തിലെ റബിയുൽ അവ്വൽ നബി തങ്ങൾ 3000 മുസ്ലിം പോരാളികളെ ഷാമിലെ ബൽക്കാൻ പ്രവിശ്യയിലെ ഒബനായിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. അവിടെയാണ് ശത്രുവ്യൂഹം തമ്പടിച്ചിരിക്കുന്നത്. ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകർ വസിക്കുന്നത് അവിടെയാണ്. പ്രവീണ്യനായ ഒരു സൈന്യാധിപന് വേണം. അദ്ദേഹം യുക്തിയും ബുദ്ധിയും ശൂരതയും തികഞ്ഞ പാണ്ഡിത്യവുമുള്ളവനായിരിക്കണം. ആരെയായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേതാവാക്കുക? സ്വഹാബികൾ പരസ്പരം നോക്കി. ധീരരും ശ്രേഷ്ഠരുമായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു തുടങ്ങിയവരെല്ലാം അക്കൂട്ടത്തിലുണ്ട്. നബി തങ്ങൾ ഉസാമത്ത് ബിനു സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. അദ്ദേഹത്തെ മുഖ്യ സൈന്യാധിപനായി നിയോഗിച്ചു. ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ ശൂരതയ്ക്കും പാണ്ഡിത്യത്തിനും നബി കൊടുത്ത അംഗീകാരം. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സേനാ നായകൻ, തിരുദൂതരുടെ വിശുദ്ധ ഭവനത്തിൽ നിന്ന് പരിശീലനം നേടിയ ധർമ്മ പോരാളി, 3000 വരുന്ന ഒരു സൈന്യത്തിൻ്റെ നായകനായത് 18-ാം വയസ്സിൽ ഉസാമ റളിയല്ലാഹു അൻഹു അള്ളാഹുവിനെ സ്തുതിച്ചു. മുഅ്തത്തിൻ്റെ മണൽപ്പരപ്പിൽ തൻ്റെ പിതാവ് സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിൻ്റെ വിശുദ്ധ ശിരസ്സെടുത്ത ഘാതകരോട് പ്രതികാരം ചെയ്യാനുള്ള ഒരവസരമായി ഉസാമ റളിയല്ലാഹു അൻഹു ഇതിനെ കണ്ടു. ഉദ്യോഗങ്ങൾക്കുള്ള യോഗ്യത ശ്രേഷ്ഠതയും മാന്യതയും മാത്രമല്ല, മറിച്ച് പ്രവർത്തന യോഗ്യതയും ന്യായവുമാണെന്ന് അനുസ്മരിപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ സർവ്വപ്രവർത്തനങ്ങളും ന്യായത്തിലും ലക്ഷ്യത്തിലും അധിഷ്ഠിതമായിരിക്കണമെന്നും ഈ സംഭവത്തിൽ പാഠമുണ്ട്. ഉസാമത്ത് ബിനു സയ്യിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ മുഹാജിറുകളും അൻസാറുകളും അടങ്ങുന്ന ധർമ്മപടയണി പുറപ്പെട്ടു. അവരുടെ മനസ്സിൽ ആവേശം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാനാണ് പോകുന്നത്. മുസ്ലിങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തി. ശത്രു സൈന്യം ആഞ്ഞടിക്കാൻ സന്നദ്ധരായിരിക്കുകയാണ്. ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ ആത്യന്തിക ഉപദേശം: ധർമ്മ പോരാളികളെ, തയ്യാറാകൂ. ഒരിക്കലും ഭിന്നിക്കരുത്. യുദ്ധരംഗത്ത് നിന്ന് എന്തു വന്നാലും പിന്മാറരുത്. അള്ളാഹുവിനെ മാത്രം സ്മരിക്കുക. ഷാമിലെ ബൽക്കാൻ പ്രവിശ്യയിലെ ഒബാന ഒരു ധർമ്മയുദ്ധത്തിന് സാക്ഷിയാകുന്നു. യുദ്ധം തുടങ്ങി. ശക്തമായ ഏറ്റുമുട്ടൽ. മുഅ്തത്ത് രണാങ്കണത്തിൽ തൻ്റെ പ്രിയപ്പെട്ട പിതാവിനെ കൊലപ്പെടുത്തിയവനെ കണ്ടുപിടിക്കണം. ഉസാമ റളിയല്ലാഹു അൻഹു ഉറച്ചു. ശത്രു ശിരസ്സുകളെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് അദ്ദേഹം മുന്നേറി. വിശ്വാസത്തിന് ശക്തി കൂടി. ഇസ്ലാമിൻ്റെ ദീപ്തമായ പൊന്നമ്പലി അദ്ദേഹത്തിൻ്റെ അകക്കാമ്പിൽ ഉറച്ചു നിന്നു. സ്നേഹധന്യരായ പ്രവാചക ശ്രേഷ്ഠരുടെ അദമ്യമായ സ്നേഹം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. അത് കൂടുതൽ ആവേശം നൽകി.
മുഅ്തദ് യുദ്ധത്തിൽ പിതാവ് ഉപയോഗിച്ചിരുന്ന സുബ്ഹത്ത് എന്നു പേരുള്ള പടക്കുതിരയുടെ പുറത്തിരുന്നു കൊണ്ട് ഉസാമ റളിയല്ലാഹു അൻഹു സധൈര്യം പോരാടി. അധികം താമസിയാതെ പിതാവിൻ്റെ ഘാതകൻ അദ്ദേഹത്തിൻ്റെ കണ്ണിൽപ്പെട്ടു. തൽക്ഷണം അവനെ വകവരുത്തി. ശത്രു സൈന്യം ചിന്നിച്ചിതറി. അവരിൽ അസംഖ്യം പേർ കൊല്ലപ്പെട്ടു. പലരും ബന്ധനസ്ഥരാക്കപ്പെട്ടു. മുസ്ലിങ്ങൾക്ക് വമ്പിച്ച വിജയം, തുല്യതയില്ലാത്ത വിജയം. ആരും രക്തസാക്ഷിത്വം വരിച്ചില്ല. എല്ലാവരും സുരക്ഷിതർ. വിശ്വാസം അവരെ തുണച്ചു. ആദർശത്തോടുള്ള പ്രതിബദ്ധത അവരെ സഹായിച്ചു. എല്ലാറ്റിനുമുപരി ധീരനായ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹുവിൻ്റെ നായകത്വം അവരെ വിജയത്തിൻ്റെ കൊടുമുടിയിലേക്ക് എത്തിച്ചു. ഗനീമത്ത് മുതൽ ഭാഗിച്ചെടുത്തുകൊണ്ട് സത്യവിശ്വാസികൾ മദീനയിലേക്ക് തിരിച്ചു. വാതിൽ ഖുറായിലെത്തിയപ്പോൾ ഉസാമ റളിയല്ലാഹു അൻഹു തങ്ങളുടെ വിജയവൃത്താന്തം ഖലീഫയെ അറിയിക്കാൻ മദീനയിലേക്ക് ദൂതനെ അയച്ചു. വിവരമറിഞ്ഞ ഖലീഫ അള്ളാഹുവിനെ സ്തുതിച്ചു, ആനന്ദാശ്രു പൊഴിച്ചു. അദ്ദേഹവും മദീനയിലെ വിശ്വാസികളും ഉസാമ റളിയല്ലാഹു അൻഹുവിനും സൈന്യത്തിനും ഊഷ്മളമായ സ്വീകരണം നൽകി. ഉസാമ റളിയല്ലാഹു അൻഹു മസ്ജിദ് നബവിയിൽ പ്രവേശിച്ചു. അള്ളാഹുവിന് നന്ദി സൂചകമായി 2 റക്അത്ത് നമസ്കരിച്ചു. ശേഷം ധർമ്മത്തിൻ്റെ ധ്വജവുമേന്തി വീട്ടിലേക്ക് തിരിച്ചു. നബി ഏൽപ്പിച്ച വിശുദ്ധമായ ആ വൈജയന്തി ഉസാമ റളിയല്ലാഹു അൻഹു തൻ്റെ വീടിന് മുന്നിൽ നാട്ടിവെച്ചു. അദ്ദേഹത്തിൻ്റെ മരണം വരെ ആ ധ്വജം അവിടെ പാറിക്കളിച്ചു. ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ ധീരതയെയും നേതൃത്വ പാടവത്തെയും സ്വഹാബികളെല്ലാം പ്രകീർത്തിച്ചു. അദ്ദേഹം അവർക്കെല്ലാം ഒരാവേശമായി മാറി. മുസ്ലിം മനസ്സുകളിൽ റോമിനോടുള്ള ഭയം നീങ്ങി. ഏത് കൊടിയ ശത്രുവിനോടും ധൈര്യസമേതം യുദ്ധം ചെയ്യാനുള്ള മനക്കരുത്ത് ഉസാമയിലൂടെ അവർക്ക് ലഭിച്ചു. തുടർന്നുള്ള വർഷങ്ങളിൽ പൗരോഹിത്യ റോമിനെതിരെയുള്ള പോരാട്ടങ്ങളിൽ വിശ്വാസികൾക്ക് ശക്തി പകർന്നത് ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ വിജയമായിരുന്നു. ഹസ്രത്ത് മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ഹിജ്റ വർഷം 54 തൻ്റെ 62-ാമത്തെ വയസ്സിൽ ആ പുണ്യശരീരം ഇഹലോകവാസം വെടിഞ്ഞു.